ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് ഒരു ബോണ്ടയാണ് കേട്ടോ. ബോണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ സോസിൻ്റെ കൂടെയും ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാറുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊരു സ്പെഷ്യൽ ബോണ്ടയാണ്. നമുക്ക് കൂടെ കഴിക്കാനുള്ള ചട്നി അതിൻ്റെ ഉള്ളിൽ തന്നെ, ബോണ്ടയുടെ ഉള്ളിൽ തന്നെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ബോണ്ട. അപ്പോൾ അതിന് വേണ്ടി ഒരു 4 പൊട്ടറ്റോ, ഒരു മീഡിയം ചെറുതും എല്ലാം കൂടെ കൂട്ടി ഒരു 4 പൊട്ടറ്റോ നമ്മൾ മുങ്ങിക്കിടക്കാൻ മാത്രമുള്ള വെള്ളത്തിൽ പ്രഷർ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അത് പാകത്തിന് വേവിച്ചെടുക്കാം, ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയല്ലേ. നമുക്കിനി അതിന് വേണ്ട ചട്നി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തേങ്ങയും ഒരു 4-5 കൊച്ചുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതും വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇത്രയേ ഉള്ളൂ. വളരെ കൊച്ചൊരു 1/4 ഇഞ്ചേ ഉള്ളൂ. അതൊന്ന് പൊടിയായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ ഇട്ടിട്ട് അതെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ട് അരയത്തില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം, വെള്ളം ഒഴിക്കാതെ അരയില്ല എന്ന് തോന്നുന്നെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ വെള്ളം അതിൻ്റെ കൂടെ ചേർക്കാമേ. ഞാനൊരു 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തു. ഇപ്പോൾ ഉപ്പ് ചേർത്തു. 1/2 ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ അരിഞ്ഞ മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. പിന്നെ ഒരു വലിയ പച്ചമുളകിൻ്റെ പകുതിയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ പാകത്തിന് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കൈ കൊണ്ടൊന്ന് ഉടയ്ക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങ് തീരെ അങ്ങ് പേസ്റ്റ് പോലെ ആവാതെ ശ്രദ്ധിക്കണേ. ചെറിയ കഷ്ണങ്ങളുള്ളതാണ് നല്ലത്. ഇപ്പം വേറെ ഒരു പാത്രത്തിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഗീ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചേർക്കാവേ. അതിലോട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഇട്ടത്. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും അത് കരിഞ്ഞു പോവല്ല. അതിലോട്ട് ഒരു വലിയ സവാളയുള്ളി കൊത്തി അരിഞ്ഞത്. അപ്പോൾ നമുക്ക് ആ കൊത്തി എരിഞ്ഞ് സവാളയുള്ളി ഇട്ട് വഴറ്റാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആദ്യം ഇടാം. നമുക്ക് പിന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവസാനം വീണ്ടും നമ്മൾ പൊട്ടറ്റോ ഇടുമ്പോൾ ചേർക്കാമല്ലോ. ഇപ്പം ഞാൻ അതിനകത്തോട്ട് ഇട്ടത് ഒരു പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞതും ഒരു 2 തണ്ട് കറിവേപ്പില കുഞ്ഞായിട്ട് അരിഞ്ഞതുമാണ്. ഉള്ളി നന്നായിട്ടൊന്ന് വഴന്നു വന്നാലും മാത്രം മതി. ഒരുപാട് ബ്രൗൺ കളർ ആവുകയൊന്നും വേണ്ട. ഇപ്പം കണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് നിറം മാറിയിട്ടുണ്ട്, നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഉള്ളിയെല്ലാം. ഇതിലോട്ട് നമുക്ക് ഇനിയും ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. വീണ്ടും നമ്മൾ ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും കരിഞ്ഞു പോവാതെ നമ്മൾ മൂപ്പിക്കണം. അപ്പോൾ അത് മൂത്ത് പോകുന്ന പേടിയുണ്ടെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു കൈ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ പുഴുങ്ങി പൊടിച്ചത് റെഡി ആയിട്ടുണ്ട്. തീരെ അങ്ങ് പേസ്റ്റ് പോലെ ആയിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ മല്ലിയില ഇട്ടിട്ടുണ്ട്. മല്ലിയില ഞാൻ മൊത്തം എടുത്തത് ഒരു 1/4 കപ്പാണ് അരിഞ്ഞത്. ആദ്യം ഉള്ളി വഴറ്റിയപ്പോഴത്തേക്ക് ഒരിച്ചിരി നമ്മൾ ഇട്ടായിരുന്നല്ലോ, പിന്നെ ഇതിൻ്റെ കൂടെയും ഇട്ടു. അപ്പം മൊത്തം ഒരു 1/4 കപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ അരിഞ്ഞ മല്ലിയില കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോഴത്തേക്ക് പോരാന്ന് തോന്നിയത് കൊണ്ട് പിന്നെയും ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഇടുക കേട്ടോ. എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമുക്കതങ്ങ് തണുക്കാനായിട്ട് വെക്കാം. അപ്പം നമുക്കിനിയും ബജി മുക്കാനുള്ള ആ ഒരു ബാറ്റർ റെഡിയാക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി കടലമാവാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് കടലമാവും ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി കായപ്പൊടിയും 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ആണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു പാകത്തിനനുസരിച്ച് ചേർത്തോളുക. ഞാൻ അതിനകത്തോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ 1/4 കപ്പ് വെള്ളം എന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. 1/2 കപ്പെന്നോ 3/4 കപ്പെന്നോ പറയാൻ പറ്റില്ല. കാരണം ഓരോ കടലമാവിൻ്റെയും രീതി ഓരോന്നായിരിക്കും. അപ്പം നിങ്ങൾ 1/4 കപ്പ് എടുത്തിട്ട് കുറേശ്ശെയായിട്ട് ഒഴിക്കുക. ഇപ്പോൾ അവസാനം ഞാൻ അതിനകത്തോട്ട് ചേർത്തത് സോഡാപ്പൊടിയാണ് കേട്ടോ. എനിക്ക് വെള്ളമായത് 1/2 കപ്പിലും കുറച്ചുകൂടിയായി. പക്ഷേ നിങ്ങൾ അതൊരിക്കലും ഒരു കണക്കായിട്ട് വെക്കണ്ട. നിങ്ങൾ കുറേശ്ശെ എടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഒരു ഓപ്ഷനായിട്ടുള്ളൂ. അപ്പം നമ്മൾ ഓരോ ഉരുളയായിട്ട് നമ്മൾ എടുത്തു. ആദ്യം ബോണ്ട ഉണ്ടാക്കുന്ന പോലെ ഒരു ഉരുള എടുത്തിട്ട് അതിൻ്റെ നടുഭാഗം, നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ അതിൻ്റെ നടുഭാഗത്ത് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ആവശ്യത്തിന് ചട്നി വെക്കുക. തീരെ കുറച്ചായി പോലും കേട്ടോ. ഒരിച്ചിരി നല്ലതായിട്ട് വേണം ചട്നി, എന്നാലേ നമ്മൾ ആ കഴിക്കുമ്പം അതിൻ്റെ ആവശ്യത്തിനുള്ള ആ ഒരു ബോണ്ടയ്ക്ക് ആവശ്യത്തിനുള്ള ചട്നി അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. വേറെ നമ്മൾ ചട്നി ഉണ്ടാക്കി അതിൽ മുക്കി കഴിക്കുന്നതിലും സോസ് കൂട്ടി കഴിക്കുന്നതിലും ഒക്കെ കുറേ കൂടെ ഒരു പ്രത്യേകതയുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. നമ്മൾ ആ ബജിയുടെ ചട്നി ആ ഇരിക്കുന്ന ഭാഗം മുക്കാലും മൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മുകളിൽ കുറച്ച് നമുക്ക് ഭാഗം വരുന്നുണ്ട് പിന്നെയും
തുറന്നിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബജിയുടെ കൂട്ട് കുറച്ചുകൂടെ എടുത്തിട്ട് അതിന് മുകളിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് ചട്നി പുറത്തോട്ട് കാണാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കണം കേട്ടോ. ചട്നി പുറത്തോട്ട് കാണുന്ന രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാലുള്ളൊരു കുഴപ്പം, ചിലപ്പോൾ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ അത് അവിടെ വെച്ചിട്ട് അങ്ങ് പൊട്ടുവേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ദേ ഇത് കണ്ടില്ലേ, ചട്നി ഇതുപോലെ നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുത്തിട്ട് ആ ചുറ്റിനുള്ള ഭാഗത്തുനിന്ന് നമ്മൾ ആ വിരൽ കൊണ്ടൊന്ന് ഒതുക്കി അങ്ങ് കൊടുക്കുമ്പോൾ അത് കവറായിട്ട് അങ്ങ് വന്നോളും. പിന്നെ വേറെ കുറച്ച് ബജിയുടെ കൂട്ടെടുത്തിട്ട് അത് ബാക്കി ഭാഗം അങ്ങ് കവർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. 4 മണിക്കൊക്കെ കഴിക്കാനായിട്ട്, നമുക്ക് വിരുന്നുകാർ വരുമ്പോഴും ഒക്കെ എടുക്കാനായിട്ട് പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പൊട്ടറ്റോ കൊണ്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് 7 ബോണ്ടയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അധികം വന്നത് ഇത്രയും ചട്നിയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു 6 മീഡിയം പൊട്ടറ്റോ കൊണ്ടുണ്ടാക്കിയാൽ നമുക്ക് അതിന് പാകത്തിനുള്ള ചട്നിയുണ്ട്. ഇത് എൻ്റെ കയ്യിൽ ഇത്രയും പൊട്ടറ്റോ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എണ്ണം കൊണ്ട് അങ്ങ് നിർത്തിയത് കേട്ടോ. ഇപ്പം നമ്മുടെ ആദ്യത്തെ ബാച്ച് ബോണ്ട വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മുങ്ങിക്കിടക്കാനുള്ള, ഈ ബോണ്ട മുങ്ങിക്കിടക്കാനുള്ള എണ്ണ വേണേ. അതുപോലെ സാധാരണ എല്ലാവരും ആ ബോണ്ട കയ്യിലെടുത്തിട്ട് മാവിൽ മുക്കിയാണ് എടുക്കുന്നത്. പക്ഷേ എനിക്ക് എപ്പോഴും എളുപ്പം ആ മാവിലോട്ട് ആ ബോണ്ടയുടെ ഉരുള വെച്ചിട്ട് സ്പൂൺ കൊണ്ട് സൈഡിൽ നിന്ന് കോരി ഒഴിച്ചിട്ട് ആ സ്പൂണിൽ തന്നെ ആ ബോണ്ട കോരി എടുത്തിട്ട് ആ സ്പൂണ് പെതുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചരിച്ചാൽ, ചെറിയ കുഴിയുള്ള സ്പൂണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 2 സൈഡിലും കിടക്കുന്ന മാവങ്ങ് ഊർന്നു പൊയ്ക്കോളും. എന്നിട്ട് നമ്മൾ ആ മുക്കിയെടുത്ത ആ സ്പൂണിൻ്റെ അടിഭാഗം ആ പാത്രത്തിൻ്റെ, മാവിൻ്റെ പാത്രത്തിൻ്റെ വക്കിലോട്ട് തന്നെ ഒന്ന് വടിച്ചിട്ട് പെതുക്കെ നമ്മൾ ആ എണ്ണയിലോട്ട് അങ്ങ് ഇറക്കി വെച്ച് കൊടുത്താൽ നമുക്ക് ഷേപ്പ് പോകാതെ, നമ്മുടെ കൈയും അധികം വൃത്തിയേടാവാതെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഇപ്പം ദേ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള എല്ലാ പലഹാരങ്ങളും നമുക്ക് പുറത്തുനിന്ന് നല്ല ടേസ്റ്റായിട്ട് വാങ്ങിക്കാനും കിട്ടുമായിരിക്കും. പക്ഷേ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് പോലെ അത്രയും ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. ഒരു ബോണ്ട നമുക്കൊന്ന് മുറിച്ച് നോക്കാവേ. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ എങ്ങനെയാണ് അതിൻ്റെ ഉൾവശം ഇരിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഇത് വറക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ വേണം കേട്ടോ. അപ്പോൾ ദേ നല്ല ചൂട് പറക്കുന്ന നമ്മുടെ ചട്നി ബോണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നു, പ്രയോജനമുണ്ടെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. താങ്ക്